ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കോട്ടയം മല്ലരിക്കലിലോട്ടാണ് ആമ്പൽപ്പാടങ്ങൾ കാണാൻ. സിയോണേ ഹായ്. അപ്പം ഇനി അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആമ്പൽപ്പാടം. ആമ്പലൊക്കെ അങ്ങനെ നന്നായി വിരിഞ്ഞ് നിൽക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ! ശരിക്കും പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. ഈ കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതില്ലേ, ഇവിടെ നിന്നാൽ ശരിക്കും ആ ഒരു ഫീൽ കിട്ടും. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ബോട്ടിംഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കും ഒന്ന് ട്രൈ ചെയ്യാം. എന്താ ഭംഗി! ഇതിന്റെ ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ ഇവിടെ വന്ന് നോക്കണം. നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണും പോലെ ഒരു കിടിലൻ വൈബുള്ള സ്ഥലം. എത്ര ദൂരം വരെ നിറഞ്ഞു കിടക്കുവാണെന്ന് നോക്കിയേ. ഇത് കോട്ടയത്തെ ഏറ്റവും വലിയ പാടമാട്ടോ. ഒന്നും രണ്ടുമല്ല, 1800 ഏക്കറുണ്ട്. ഇവിടെ ആമ്പൽ മാത്രമല്ല, നെൽകൃഷിയുമുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള വിശ്രമവേളകളിലാണ് ആമ്പൽ കൃഷി. വളരെ പണ്ട് ഇതൊരു കായലായിരുന്നു. പണ്ടത്തെ ആൾക്കാരാണ് അതിനെ ഇന്ന് കാണുന്ന ഈ പാടമാക്കിയത്. വൈകുന്നേരത്ത് വിരിയുന്ന ഒരു പൂവാണ് ആമ്പൽ. ഇത് 1 മാസത്തോളം ഇങ്ങനെ നിൽക്കും. ഈ ബോട്ടിങ്ങിന് 100 രൂപയാണ് ഒരാൾക്ക് ചാർജ്. എല്ലാ കൊല്ലവും ആഗസ്റ്റ് സമയം തൊട്ട് ആമ്പൽ വിരിയും. സെപ്റ്റംബറിലാണ് ഉദ്ഘാടനം. അതൊരു 2 മാസത്തേക്ക് അങ്ങനെ കാണും. ചുവപ്പും വെള്ളയും അടക്കം ഇവിടെ 7 കൂട്ടം. ഇവിടെ ഒരു ചേട്ടച്ചാരി ഇതിനെ അങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. കൊള്ളാം അല്ലേ? ആമ്പൽപ്പാടത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു കനാൽ പോകുന്നുണ്ട്. നമ്മൾ ഈ കനാലിന്റെ കരയിൽ കൂടെ ഇങ്ങനെ പോയാൽ ആമ്പൽ പറിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിൽ ചെല്ലാം. ഇവിടെ പണ്ടത്തെ ഒരു കൂട്ട് ഒറ്റത്തടി പാലമൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നടക്കണം, ഇല്ലേ വഴുതും. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കര. എന്നെ ഒരു ഭംഗിയാണെന്ന് നോക്കിയേ. മൊത്തം പിങ്ക് പെയിന്റ് അടിച്ച പോലെയുണ്ട്. ആമ്പലിന്റെ ഇടയ്ക്ക് കുളവാഴ വളർന്നു കിടക്കുക. താറാവും കനാലും ഒക്കെ ആയിട്ട് ഒരു കുട്ടനാടൻ വൈബ്. അപ്പോൾ ഇതായിരുന്നു മലയരിക്കലിലെ ആമ്പൽപ്പാടത്തിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. See you.